സംഗീത സല്ലാപത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇഫ്താർ വിരുന്ന് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ആ വിരുന്നിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കായി ഇതാരാണ് ഈ ലേറ്റായി വരുന്ന ആള്? ഞങ്ങൾക്കായി ഈ വിരുന്ന് സംഘടിപ്പിച്ചത് ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലെ ഗായകരായ മൊയ്നുട്ടി സാറ്, പിന്നെ ആരാ, ദിലീപ് ഖാൻ. ഹായ്, ഹലോ. ഓ, അപ്പോൾ ഇവിടെ രണ്ടുപേരാണ് ഈ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഗീത സല്ലാപത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിരുന്ന് ഇവിടെ ഞങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. എന്താണ് ഈ വിരുന്നിൻ്റെ പ്രത്യേകത എന്ന്. ഒരുപാട് വിഭവങ്ങളാണ് വന്നില്ല ചേച്ചി, ഒരുപാട് വിഭവങ്ങളാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. ഇതൊരു ഗംഭീര വിരുന്നായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ആ വിരുന്നിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എല്ലാവരും ഹലോ സർ. എന്തു പറ്റി? എന്നോട് എന്താ മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്തു? അയ്യോ, ഞാൻ മിണ്ടിയിരിക്കണോ? ഹലോ ഹലോ, മാത്യു സർ, സന്തോഷമല്ലേ ചേട്ടാ? എന്തുണ്ട് വിശേഷം? ഇന്ന് ഇവിടുത്തെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ എത്തിയല്ലേ? ആ, അത് ശരി. എത്ര നാളായി കണ്ടിട്ട്? എന്താണ് വരാതിരിക്കുന്നത്? മറ്റേ ആന്റി എവിടെ? ഗീതാന്റി വരുമോ? അന്വേഷണം പറയണേ. തിരക്കിലാണ്. ഓക്കെ, പാടില്ല, ഇനിയേ പാടുള്ളൂ. എല്ലാവരും അക്ഷമരായിട്ട് നിൽക്കുകയാണല്ലേ ആ നിമിഷത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഇന്ന് വമ്പൻ ക്രൗഡാണ് കണ്ട. നിലവിളക്ക് ഇവിടെ കത്തിയിരിക്കുകയാണ്. നോമ്പ് തുറക്കുള്ള സമയമാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നിറയെ കണ്ടോ ക്രൗഡ്. എവിടെ സിന്ധു ചേച്ചി, രമ ചേച്ചി എന്താ മിണ്ടാതിരിക്കുന്നേ? എല്ലാവർക്കും സ്വാഗതം. ഇഫ്താറിന് ആരംഭിക്കുകയാണ്. എല്ലാവരും വന്ന് പങ്കെടുക്കും. സന്തോഷത്തോടെ. ഇവിടുത്തെ വിഭവങ്ങൾ കണ്ട ആരും ഞെട്ടരുത്. മാത്യു സാറേ, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാമോ സാറേ? കണ്ടോ, ഞങ്ങളുടെ വിഭവങ്ങൾ കണ്ട് നിങ്ങളൊക്കെ ഞെട്ടരുത്. കണ്ടല്ലോ ഇതാ ആദ്യം ക്യാപ്റ്റനാണ്. നോമ്പ് മുറിക്കുന്നത് ആദ്യം ക്യാപ്റ്റനാണ്. ഇതാണ് മൊയ്നുട്ടി സാറ്. ഇദ്ദേഹവും ദിലീപ് ഖാൻ സാറും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഗംഭീരമായൊരു വിരുന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതെല്ലാം തന്നെ നോൺ വെജാണ്. എന്താ ഇവിടുത്തെ ഇതൊക്കെ കണ്ടല്ലോ. ഇത് കപ്പയും കഞ്ഞി എന്നാണ് പറഞ്ഞത്. കഞ്ഞി എവിടെയാ? കഞ്ഞി എവിടെ? കപ്പയും കഞ്ഞിയും കണ്ടോ? എവിടെ കഞ്ഞി? കഞ്ഞിയാണോ ഈ ഇരിക്കുന്നത്? ഒരു കാര്യം ചെയ്യാമോ? എല്ലാവരും വന്ന് എടുക്കുകയാണോ ചെയ്യുന്നേ? ഞാൻ ഞങ്ങളുടെ കണ്ടോ, സാറ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞു. കൃത്യം ആ ടൈം പാലിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് മാത്യു സാർ പറയുന്നത്. മാത്യു സാറിന് ഫ്രൂട്ട്സ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എടുക്കാം, നീ എനിക്കും കൂടെ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ചിലപ്പം ഇത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ എടുക്കുകയുള്ളൂ. കണ്ടല്ലോ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല സ്പെഷ്യൽ ഡിഷസ് ആണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇതെന്ത് പാത്രാണ്? ഞാൻ എടുക്കാം മൈനുട്ടി സാർ. സാർ, എന്താണ് ഇങ്ങനെ ഒരു വിരുന്ന് ഇവിടെ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത്? അതെ, എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ സൂപ്പറായിട്ട് ചെയ്യണമെന്ന് കരുതിയിരുന്നു അല്ലേ? താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി ഒരു വിരുന്നാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിഗംഭീരമായൊരു വിരുന്നാണ്. ഇതാ ഇവിടെ കണ്ടല്ലോ, ഇവിടെ വലിയ ക്രൗഡ്. ഇതെല്ലാം തന്നെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്ട് ഗായകരുടെ നീണ്ട നിരയുണ്ട്. കണ്ടല്ലോ, ആദ്യമായിട്ടാണ് സംഗീത സല്ലാപത്തിന്റെ വേദിയിൽ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. അല്ലേ ഡോക്ടർ?
ആദ്യമായിട്ടല്ലേ ഇന്നിവിടെ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ് അല്ലേ. സാധാരണ ഇവിടെ എത്തിച്ചേരാൻ കഴിയാറില്ല ജോലി തിരക്ക് കാരണം. അപ്പോൾ ഇതാ കണ്ടല്ലോ എല്ലാവരും. വാവ് സൂപ്പർ. ഡോക്ടറുടെ പിറകില് ദേവിക ചേച്ചിയുടെ പിറകില് ഞങ്ങളുടെ പുതിയ ഗായികയുടെ പേരെന്താ? ഏതാണ് ഇന്ന് പാടി ചേച്ചി? ഈ ചേച്ചിയുടെ പേര് ശ്രീദേവി. ഓ അടിപൊളിയായിട്ട് പാടി കേട്ടോ, ഗംഭീരമായിട്ട് പാടി. അതെ സൂപ്പർ. ഗ്രേസ് വോയിസ്. അങ്കിൾ കഴിക്കാൻ എടുത്തില്ല ഇതുവരെ? ഞാൻ എടുത്തില്ല ഇതുവരെ. ആ ഞങ്ങളുടെ ബ്രോ ലാസ്റ്റ് അല്ലേ എത്തിയത്. പിന്നെ എനിക്ക് വിശക്കണ ഇല്ല, ഡെമോല്ല, ഇതെല്ലാം വരുന്നുണ്ട് കാണണം കേട്ടോ. ഇവിടെ ഷാനവാസ് സാറ് സെക്രട്ടറിനെ തപ്പിയാണ് ഞാൻ ഇത്രയും നേരം നടന്നത്, ഒരു മുഖം ഒന്ന് ഇതിനകത്ത് കിട്ടാൻ വേണ്ടി. കണ്ടോ, നിങ്ങൾ രണ്ടുപേരും എത്തിയ ദിവസം തന്നെ ഇവിടെ ഒരു ഗംഭീരമായ ഡേ അല്ലേ? പിന്നെ എന്തുമാത്രം പരിചയമാണല്ലേ. ശ്രീകുമാർ ഹലോ, വീഡിയോ കണ്ടോണ്ട് ഓടരുത്. എവിടെ സിന്ധു ചേച്ചിനെ കിട്ടിയില്ലെന്ന് അവസാനം പറഞ്ഞാളായിരുന്നു. നല്ല ചുരിദാർ കേട്ടോ, അടിപൊളി, നല്ല സൂപ്പർ സെലക്ഷൻ, ലുക്കിംഗ് വണ്ടർഫുൾ. ഓ കൊള്ളാടേ. ഓ എൻ്റെ പോ. എവിടെ ഞങ്ങളുടെ മനോജ് ഏട്ടൻ? ആ ഡോക്ടറെ കിട്ടിയല്ലോ. ഇന്ന് ഇഫ്താർ ജീവിതത്തിൽ ഈ പത്രത്തിൽ കൂടെ കേട്ടിട്ടുണ്ട്, ഇഫ്താർ വരുന്നു ഈ ചീഫ് മിനിസ്റ്ററൊക്കെ മന്ത്രിമാരെ. പക്ഷെ സത്യം ഞാൻ ഇന്ന് വന്നു തന്നെ ഇഫ്താർ വിരുന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇഫ്താർ എന്താണെന്ന് അറിയാനാണ്. ആ പറയൂ ജെ.കെ. ഒരുപാട് ഇഫ്താർ വിരുന്നുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ലളിതവും സുന്ദരമായ ഒരു വിരുന്ന് ഇതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇത് ഇഫ്താർ സംഘടിപ്പിച്ച ഈ രണ്ടുപേരുണ്ടല്ലോ, അവരൊരേ മനസ്സോടെ സംഗീത പ്രേമികളായതുകൊണ്ട് ഇഫ്താറിന്റെ ഒരു സംഗീത വിരുന്നായിട്ടാണ് ഇതിനെ തോന്നുന്നത്. അതൊരു ഫ്രൂട്ടായ വിരുന്നായിട്ട് തോന്നുന്നില്ല. താങ്ക് യു. നല്ല ഇതായിട്ട് സംസാരിച്ചു. നമ്മുടെ ജെ.കെ. ആണ് സംസാരിച്ചത്. എല്ലാവരും ഞാൻ കവർ ചെയ്തോ? ഇനി ആരും പരാതി പറയുന്നത് കിട്ടിയില്ല എന്നൊക്കെ. ഒരാളെ കണ്ടില്ലല്ലോ. ഇന്നെല്ലാരും ഉണ്ട്, നിറയെ ആള്. ഹലോ സാർ, ഇന്നത്തെ ബിരുദിനെ കുറിച്ചൊരു ഒന്ന് പറയാമോ? ഞാൻ പാട്ടിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ലൊരു കൺസെപ്റ്റാണ് ഈ നമ്മുടെ ഈ മെമ്പേഴ്സ് തന്നെ ഇത്രയും വലിയ വിശാലമായ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അതിൽ ഇത്രയും വിജയകരമായി എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇൻ സംഗീതത്തിൽ. ഇത് തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. എല്ലാവർക്കും സംസ്ഥാനാശം.